തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിന്റെ 125ാമത് വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന മൾട്ടി ഡിസിപ്ലിനറി ഫെസ്റ്റായ കോഗ്നിറ്റോപ്പിയിലെ ജനപങ്കാളിത്തം ശ്രദ്ധേയമാകുന്നു. അറിവും കൗതുകവും ഒപ്പം സാംസ്കാരിക പരിപാടികളും ഒത്തുചേർന്നു എന്നതാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്ന് നടത്തുന്ന ഈ മേളയുടെ സവിശേഷത. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇതാദ്യമായാണ് ഒരു മൾട്ടി ഡിസിപ്ലിനറി ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. ഹ്യൂമാനിറ്റീസ്, സയൻസ് എന്നീ പഠന വിഷയങ്ങൾക്കൊപ്പം സാംസ്കാരിക പരിപാടികൾ കൂടി ഒത്തുചേർന്നതാണ് ഈ ഫെസ്റ്റിവൽ. വിവിധ വിദ്യാർത്ഥികൾ സജ്ജമാക്കിയ സ്റ്റാളുകൾ സന്ദർശകർക്ക് കൗതുകമായി. ISROയുടെയും വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെയും സ്റ്റാളുകൾ സന്ദർശകർക്ക് പുത്തൻ അറിവ് പകർന്നു നൽകുന്നതായിരുന്നു. ഇപ്പം നമ്മുടെ സ്റ്റാളിൽ ഇത്രയുണ്ടെങ്കിലും ബോട്ടണി, സുവോളജി അതുപോലെ തന്നെ ഒത്തിരി സ്റ്റാളിലും പല ഡിഫറൻ്റ് ആയിട്ടുള്ള ഓരോ കുട്ടികളുടെ കഴിവ് നമുക്കതിൽ കാണാൻ പറ്റുന്നതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വേദികളിൽ പല സെമിനാറുകളും നമുക്ക് അക്കാഡമിക് പരമായിട്ടുള്ള ഒത്തിരി സെമിനാർ, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സെമിനാറുകളുണ്ട്. ഇപ്പോൾ മലയാളത്തിൻ്റെ ഫെസ്റ്റ് തന്നെയാണെങ്കിലും പഴയ കാലങ്ങളെ ഓർമ്മിപ്പിക്കുന്ന, ഇപ്പം പല്ലാങ്കുഴി, ഇപ്പം വരുന്ന കൊച്ചുകുട്ടികൾക്കൊക്കെ പണ്ട് കളിച്ചിരുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത്, പിന്നെ പണ്ട് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ പുരാവസ്തുക്കളെക്കുറിച്ചുള്ളതും, പിന്നെ പുതിയ കളികൾ, ഇപ്പോൾ ഇറങ്ങിയ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുക, അങ്ങനെയാണ് മലയാള വിഭാഗം. അപ്പോൾ സയൻസുകാർക്കും അതേപോലെ തന്നെ മൈക്രോ ബാക്ടീരിയകളെക്കുറിച്ചും ഓരോന്നിനെക്കുറിച്ചും പറയുന്നതാണ്. ISROയുടെയൊക്കെ ഒരുപാട് വെറൈറ്റികളുണ്ട്. 2 ദിവസം കൊണ്ട് 3000-ത്തിലധികം ആളുകൾ മേള സന്ദർശിച്ചു കഴിഞ്ഞു. അക്കാദമിക്, സാംസ്കാരിക ചർച്ചകളിലും മികച്ച പ്രതികരണമാണ് അനുഭവപ്പെടുന്നത്. അറിവിനൊപ്പം ആഘോഷവും എന്ന അനുഭവമാണ് ഓരോ സന്ദർശകർക്കും ലഭ്യമാകുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.